ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സമർത്ഥമായ കൃപയും സ്നേഹവും സമാധാനവും എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു. ഇപ്പോൾ സിസ്റ്ററിന്റെ കയ്യിലിരിക്കുന്നത് ഒരു കുഞ്ഞാടാണ്. ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് ഈ കുഞ്ഞാടിനെ തന്നെയാണ്. കുഞ്ഞാടിന്റെ ജീവിതത്തിലേക്ക് നടന്നു പോകുമ്പോൾ മുറിവേറ്റൊരു കുഞ്ഞാട്. അവഗണന, ഒറ്റപ്പെടുത്തൽ, മുറിപ്പാടുകൾ, മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്ന പരിഹാസ വാക്കുകൾ എല്ലാം കൂടി കുഞ്ഞാട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സങ്കടങ്ങളിലൂടെ, ഒറ്റപ്പെടലിലൂടെ, ഏകാന്തതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞാട്. ഈ കുഞ്ഞാട് ബലിമൃഗങ്ങൾക്കായി ഒരുങ്ങുന്ന കുഞ്ഞാടുകളുടെ കൂടെ കൂടി. പക്ഷേ വൈകല്യമുള്ള കുഞ്ഞാടാണെന്നും പറഞ്ഞ് ആ ബലിയാടുകൾ ഈ കുഞ്ഞാടിനെ അവിടെ നിന്ന്, ആ കൂട്ടത്തിൽ നിന്ന് തന്നെ ഓടിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ പല സ്ഥലത്തും ഈ കുഞ്ഞാട് അഭയം പ്രാപിക്കാനായി ഓടി നടന്നു. അവസാനം ഒരിടത്തും ഒരു ശാന്തിയും സമാധാനവും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലും പെടുത്താതെ ഈ കുഞ്ഞാട് ഒറ്റപ്പെട്ട് തനിക്ക് ലഭിക്കുന്ന അവഗണനകളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും എല്ലാമായി മുന്നിൽ കാണുന്നത് ഒരു ദേവാലയമായിരുന്നു. ആ ദേവാലയത്തിന്റെ പടികൾ കയറി അവിടെ ചെന്നപ്പോഴും അവിടെയുള്ളവരെല്ലാം കുഞ്ഞാട് ശരിയല്ല, കുഞ്ഞാടിന് അംഗവൈകല്യങ്ങളുണ്ട്, വികലമായ കുഞ്ഞാടാണ്, മുറിവേറ്റ കുഞ്ഞാടിനെ വീണ്ടും അവിടെ നിന്ന് ഓടിപ്പിക്കുകയാണ്. സങ്കടത്തോടെ, കണ്ണീരൊഴുക്കിക്കൊണ്ട്, ഏകാന്തതയിൽ ഒറ്റപ്പെട്ടുകൊണ്ട്, തനിക്ക് ഈ ലോകത്തിൽ ആരുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ആ കുഞ്ഞാടിത പടിയിറങ്ങി, ദേവാലയത്തിന്റെ പടികൾ ഇറങ്ങി വരുന്ന കാഴ്ചയാണ്. ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇറങ്ങി വരുന്ന കുഞ്ഞാടിന് നേരെ വരുന്നത് ഒരു ദേവനായിരുന്നു. വന്ന് കുഞ്ഞാട് ആ മുഖത്തേക്ക് ഉറ്റുനോക്കിയപ്പോൾ തേജസ്സാർന്ന മുഖം, കുഞ്ഞാടിനെ വാരിയെടുത്തുകൊണ്ട് നിറുകയിൽ ചുംബിച്ചുകൊണ്ട് യേശു ദേവനായിരുന്നത്, യേശു ക്രിസ്തു ചോദിച്ചു, കുഞ്ഞേ, നീ ഇത്ര നാൾ എവിടെയായിരുന്നു? ആ ഒറ്റ ചോദ്യത്തിന് മുൻപിൽ കുഞ്ഞാടിന്റെ എല്ലാ വേദനകളും വിഷമതകളും കുഞ്ഞാട് മറന്നു. തനിക്കൊരു പുതിയ ജീവിതം നൽകിയ യേശു ക്രിസ്തുവിന്റെ മാറിലേക്ക് ചാഞ്ഞുകൊണ്ട് ആ കുഞ്ഞാട് യേശുവേ നന്ദി എന്ന് ഉരുവിട്ടുകൊണ്ട് കുഞ്ഞാടിന്റെ ജീവിതം ആരംഭിക്കുകയാണ്. ഇതുപോലെ മുറിവേറ്റ ഒരുപാട് കുഞ്ഞാടുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, ഇടവകയിലുണ്ട്, നമ്മുടെ ദേശത്തുണ്ട്. എല്ലാ മുറിവേറ്റ കുഞ്ഞാടുകളെയും യേശു ക്രിസ്തുവിന്റെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് കാഴ്ചവെച്ചുകൊണ്ട് ഒരു പുതുജീവിതം ആരംഭിക്കാം. ഈ കുഞ്ഞാടിനെ സ്വീകരിച്ചത് കുഞ്ഞെ ഒന്നും ചോദിച്ചില്ല, കുഞ്ഞെ നീ ഇത്ര നാൾ എവിടെയായിരുന്നു? ഈ ഒരു ചോദ്യം മാത്രമായിരുന്നു യേശുവിനുണ്ടായിരുന്നത്. നമ്മോടും ഈശോ ചോദിക്കാണ്, കുഞ്ഞെ നീ എവിടെയായിരുന്നു? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെയും നാമത്തിൽ ആമേൻ.